അമേരിക്കയിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിക്ക് വന്നിരിക്കുകയാണ്. നാട്ടിൽ ഒരേക്കർ സ്ഥലവും പുരയുമുള്ള പുരയിടത്തിൽ അപ്പൻ തനിയാണ് താമസിക്കുന്നത്. വന്നതിൻ്റെ പിറ്റേ ദിവസം മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ നമുക്ക് ഈ പുരയും സ്ഥലമൊക്കെ വിൽക്കാം, നല്ല വില കിട്ടും, എനിക്കിതുകൊണ്ട് അമേരിക്ക ഒരു ഫ്ലാറ്റ് കൂടി വാങ്ങാമല്ലോ. അപ്പനെ ഞാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോമിൽ കൊണ്ടാക്കാം, അവിടെ ഫുഡും അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ്. പിന്നെ അപ്പന് മാസം മാസം വൃദ്ധ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, വയോജന പെൻഷൻ, അത് മതിയല്ലോ. ഉടനെ അപ്പൻ വികാരച്ചനുമായി ചർച്ച ചെയ്തു. അച്ഛൻ പറഞ്ഞു, ചേട്ടാ വിഡിത്തം കാണിച്ചേക്കരുത്, സ്ഥലം ഒരിക്കലും വിൽക്കാൻ അനുവദിക്കരുത്, ചേട്ടൻ്റെ മരണശേഷം അവൻ ചെയ്തോട്ടെ. അപ്പോൾ അപ്പൻ സമ്മതിച്ചില്ല. ഉടനെ അന്ന് തന്നെ മകൻ പറമ്പിലുള്ള എല്ലാ തടികളും വെട്ടിവയ്ക്കാൻ ഏർപ്പാടാക്കി, വീടിനകത്തുള്ള ഉപകരണങ്ങളെല്ലാം വിൽക്കാൻ ഏർപ്പാടാക്കി, പാത്രങ്ങളെല്ലാം ആക്രിക്കാർക്ക് പിറക്കി കൊടുത്തു. അപ്പൻ്റെ കട്ടിൽ വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വേണ്ട. അപ്പോൾ മകൻ പറഞ്ഞു, അപ്പ എന്തായി പറയണേ, താഴെങ്ങാനും ഉരുണ്ട് വീണ് ആര് നോക്കും, കാലും കൈ ഒടിഞ്ഞാൽ. അല്ല, അപ്പൻ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ പ്ലാവുകളെല്ലാം വെട്ടി അപ്പൻ്റെ മുറിയുടെ അടുത്തൊരു വലിയൊരു മുത്തശ്ശിപ്ലാവ് നിൽപ്പുണ്ട്, അത് വെട്ടാമെന്ന് അപ്പം പറഞ്ഞു വേണ്ട, ഇത് വെട്ടണ്ട. ഉടനെ മകൻ നിർബന്ധം പിടിച്ചു. പക്ഷേ പഞ്ചായത്തുകാർ കടപെട്ട് അതും വെട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം വെട്ടി വിറ്റു. അപ്പൻ പോകുന്നതിൻ്റെ രാവിലെ അപ്പനോട് പറഞ്ഞു, അപ്പ മൂത്ത മകൾക്ക് ഇൻക്രിമെൻ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു പാർട്ടി നടത്തുന്നുണ്ട്, അപ്പോൾ അപ്പനൊരു ഗിഫ്റ്റ് തരണം കേട്ടോ. പിന്നെ ഇളയ മകനാണെങ്കിൽ 10ാം ക്ലാസ്സിലാണ്, നല്ല ഗ്രേഡൊക്കെ ഉണ്ട്, നല്ല റിസൾട്ട് നല്ലതാണ്. അപ്പോൾ അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു, കൊച്ചുമകൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പൻ ഒന്നും മിണ്ടിയില്ല. ഏതായാലും അന്ന് ഉച്ച കഴിഞ്ഞ് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പണിക്കാരനെ വിളിച്ചിട്ട് പണിക്കാരോട് പറഞ്ഞു, ഈ അപ്പൻ്റെ മുറിയുടെ അടുത്തിരിക്കുന്ന പ്ലാവിൻ്റെ ചക്കയെല്ലാം ഇവിടെ താടി ഇടണം, കാരണം അത് പഴുത്ത് കഴിഞ്ഞാൽ മുഴുവൻ കൊതുകാവും, അത് തിന്നാനും കൊള്ള, പുഴുങ്ങാനും കൊള്ള, വറക്കാനും കൊള്ള, വേഗം വെട്ടി താഴെയിട്. അങ്ങനെ അപ്പൻ്റെ സമ്മതം ചോദിക്കാതെ ആ പ്ലാവിലെ ചക്കയെല്ലാം വെട്ടി താഴെ കൂട്ടിയിട്ട് മകൻ വൈകിട്ട് തന്നെ അമേരിക്കയിൽ പറന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ആധുനിക യുഗത്തിലെ മക്കൾ അപ്പന്മാരെ നോക്കണമെന്ന്, പ്രിയപ്പെട്ടവരെ.